ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ചെയ്യാനില്ല. വെൻ 2 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ ഗീവൺ n നമ്പേഴ്സ്, ദ സം ഓഫ് ദ നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ഈസ് 102. എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് ഓരോന്നിൽ നിന്നും 2 വെച്ച് കുറച്ചപ്പോഴത്തേക്ക് സമ്മ് കിട്ടിയത് 102 2 വെച്ച് കുറച്ചപ്പോഴത്തേക്ക്. വെൻ 5 is subtracted from each number, so number is obtained 12. Okay. What is the average of given n numbers? അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 102 എപ്പോഴാണ് കിട്ടിയ 2 കുറച്ചപ്പോഴത്തേക്ക്, ഈ 12 എപ്പോഴാണ് കിട്ടിയ 5 കുറച്ചപ്പോഴത്തേക്ക്. അപ്പൊ ഈ 102 നിന്ന് 12 വന്നപ്പോൾ ഒരു 90 ചേഞ്ച് അവിടെ ഉണ്ട് അല്ലേ? 102 നിന്ന് 12 വന്നപ്പോൾ 90 ചേഞ്ച് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ 90 ചേഞ്ച് വന്നത്? ആദ്യം 2 കുറച്ചു, പിന്നെ 5 കുറച്ചു. ഇവിടെ വന്നപ്പോൾ എല്ലാത്തിൽ നിന്നും 3 എക്സ്ട്രാ കുറയ്ക്കുന്നുണ്ട് അല്ലേ? എല്ലാത്തിൽ നിന്നും 3 എക്സ്ട്രാ കുറയ്ക്കുന്നുണ്ട്. ഈ 3ന്റെ കുറവ് n നമ്പേഴ്സിൽ നിന്ന് 3ന്റെ കുറവ് വരുന്ന കൊണ്ടാണ് ഈ 90 ചേഞ്ച് ഇവിടെ വരുമ്പോൾ വരുന്നത്. 90 എങ്ങനെ കിട്ടിയ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ. ഓക്കെ. 2 മാത്രം കുറയ്ക്കുമ്പോൾ 102 കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വീണ്ടും ഒരു 3 കൂടി കുറച്ചാൽ പോരെ? സത്യം പറഞ്ഞാൽ 3 കൂടി കുറച്ച് കഴിഞ്ഞാൽ മൊത്തം 5 കുറച്ചതിന്റെ എഫക്റ്റ് ആകത്തില്ലേ? അതുകൊണ്ട് 90 വരുമെന്ന് നമുക്ക് പറയാം. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഓരോ നമ്പറിൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ മൊത്തം 90 ചേഞ്ച് ഉണ്ടാവും. സോ n എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 90/3, 30 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് നമുക്ക് ലോജിക്കലായിട്ട് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ 30 കിട്ടും. ഇനി നമുക്ക് വേണ്ട ആവറേജ് ഓഫ് നമ്പേഴ്സ് ആണ്. ഓക്കെ. എല്ലാ നമ്പറിൽ നിന്ന് 2 കുറച്ച് കഴിയുമ്പോഴത്തേക്കും 102 കിട്ടുന്നുണ്ട്. അതായത് 30 നമ്പറിൽ നിന്നും 2 കുറച്ച് കഴിയുമ്പോൾ 102 കിട്ടുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ സം എത്ര കിട്ടും? 102 പ്ലസ് 30 ഇൻറ്റു 2, 162 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് ഒറിജിനൽ സം. ദെൻ നമ്പർ എത്രയാ ഉള്ളത്? 30 എന്നാണ് നമുക്കറിയാം. സോ ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വരുന്നതാണ് ആ നമ്പേഴ്സിന്റെ ആവറേജ് 162/30. ആദ്യമേ തന്നെ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. 150 വരും അല്ലേ? 150 വന്നിട്ട് ബാക്കി 12 വരും. പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 5.4 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.4 എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ജസ്റ്റ് ബേസിക് ആയിട്ട് ആലോചിച്ചാൽ മതി. 2 കുറച്ച് കഴിയുമ്പോൾ, എല്ലാ നമ്പറിൽ നിന്ന് 2 കുറച്ച് കഴിയുമ്പോൾ 102, 5 കുറച്ച് കഴിയുമ്പോൾ 12, അതായത് 3 എക്സ്ട്രാ കുറയ്ക്കുന്നു എല്ലാ നമ്പറിൽ നിന്ന്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എന്ത് വന്നത്? 90 കുറവ് വന്നത്. സോ n കിട്ടും. n നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് പിന്നീട് കണ്ടുപിടിക്കും.